ഇദ്ദേഹത്തിന്റെ മരണവാർത്ത സംഭവിക്കും അങ്ങ് എവിടെയാ? ഞാനവിടെ സ്ഥലത്തിനുണ്ട്. ഓ ഉണ്ട്. അവിടെ ഒരു അപ്പോൾ ചെയ്ത് ഓക്കെയാണെന്ന് പറയുമ്പോൾ അല്ല ഇത് ശരിയായില്ല, ഒന്നും എടുത്തില്ല എന്ന് ഇയാൾ നിർബന്ധിച്ചിട്ടാണ് എടുത്തത്. ഓ ശരി, സംവിധായകൻ പറഞ്ഞാൽ മതിയെന്ന്. സംവിധായകനും ക്യാമറാമാനും എല്ലാം പറഞ്ഞ എല്ലാവരും പറഞ്ഞു. ഇവനെ ഞാൻ അടിച്ചു കൊന്നു എന്ന് പറഞ്ഞിട്ട് കഥയുണ്ടാക്കി. സഖാവെന്ന് അയാളെ വിളിക്കുന്നത്. അയാൾ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, സഖാവായിരുന്നു. ഈ ബസ്സിൻ്റെ പുറകെ ഘാതകൻ മധുവിനെ അറസ്റ്റ് ചെയ്യാന്നവൻ ഒട്ടിച്ചു. അവിടെ നിന്ന് മുഖങ്ങട അവിടെ നിന്ന് ചാടി ഇവിടെ ഇറങ്ങി കഴിവറന്മാർ ഇവിടെ കാണുന്ന കാല് വെട്ടിയെടുത്തുകളെ. ഇവന്മാരിനി ഇതിൻ്റെ അകത്ത് കാല് കുത്താൻ പാടില്ലെന്ന് എനിക്ക് വലിയ വാശിയായി. ഞാൻ പറഞ്ഞു ഇനി ഇവിടെ ഷൂട്ടിങ്ങുമില്ല, ഈ കഴിവറന്മാർ ഇതിൻ്റെ അകത്ത് കയറുകയും ചെയ്യില്ല. അങ്ങനെ ആദ്യത്തെ സംരംഭം അവസാനിപ്പിച്ചു. ഇതിനിടയിൽ ജയൻ്റെ ആ കാലയളവ്, ജയന് എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. ജയന് എനിക്കും വലിയ ഇഷ്ടമായിരുന്നു ജയൻ്റെ അടുത്ത്. കാരണം ഈ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. ജയൻ്റെ സ്റ്റൈല് ഒരു പ്രത്യേക സ്റ്റൈലായിരുന്നല്ലോ. അതിന് വിമർശനം ഉണ്ടായിരുന്നു ആ സമയത്തില്ല. അതിന് അദ്ദേഹത്തിന്റെ സ്റ്റൈൽ എന്ന നിലയിൽ അംഗീകരിക്കപ്പെട്ടു സിനിമയ്ക്കകത്ത്, സിനിമാ ലോകത്ത്. അല്ലല്ല, അത് വന്നു കഴിഞ്ഞതിന് ശേഷമാണല്ലോ സ്റ്റൈൽ കാണുന്നത്. ഓക്കെ, അതെ. പക്ഷെ അത് ആള് അപ്പം അക്സെപ്റ്റ് ചെയ്തു അല്ലേ? ആ ഒരു സ്റ്റൈൽ ജനത്തിന് ഒരു പ്രത്യേക സ്റ്റൈൽ എന്ന നിലയിൽ അക്സെപ്റ്റ് ചെയ്തു. ജയൻ ഇതാണ്. ഈ ഞാനിവിടെ സ്റ്റുഡിയോ ഒക്കെ തുടങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ട് അവിടെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടം അസ്തമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് മുമ്പ് പല പടങ്ങളിലും ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ജയൻ പറഞ്ഞ്, ചേട്ടാ എനിക്ക് ചേട്ടൻ്റെ ആദ്യത്തെ പടമല്ലേ ഇവിടെ സ്റ്റുഡിയോയിൽ, എനിക്കെല്ലാം അഭിനയിക്കണം. ഞാൻ പറഞ്ഞു അയ്യോ, സ്ക്രിപ്റ്റെല്ലാം എഴുതി ശരിയായി, ഷൂട്ടിങ്ങൊക്കെ തുടങ്ങി, പിന്നിപ്പോൾ അതെന്ത് പറഞ്ഞാലും ശരി എനിക്ക് അഭിനയിച്ചേ തീരും. എന്നിട്ട് ക്യാരക്ടർ ഉണ്ടാക്കി ഒരു ക്യാരക്ടർ ഉണ്ട്. ഒരൊറ്റ ദിവസം ഷൂട്ടിങ്. രാവിലെ ഇവിടെ ഈ പേരെന്താ, കോട്ടയ്ക്കകത്തൊരു അടിത്തറ പഠിപ്പിക്കുന്ന സ്ഥലമുണ്ടല്ലോ, കളരിപ്പയറ്റൊക്കെ പഠിപ്പിക്കുന്ന, അവിടെ പോയിട്ട് കളരി കുഴിയിലിറങ്ങി ഇങ്ങനെ കളരി പഠിക്കുന്നതായിട്ട് അത് ഇതെല്ലാമായിട്ടൊരു സീൻ എടുത്തിട്ട് പിന്നെ സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടെ കുറേ ചില്ലറ എടുത്തിട്ട് രാത്രി ചെറിയൊരു സ്റ്റണ്ട് സീനും. അത് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വരുന്ന ചില സ്റ്റുഡൻസിന് എന്നെ എൻ്റെ മുറിയിലിട്ട് അടച്ചിട്ട് ഇയാൾ പോയിട്ട് തല്ലുന്നതായിട്ടൊരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ മതിയായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനത്തെ ഈഗോ ക്ലാസ് ഒന്നുമില്ല, ചെറിയ റോളാണെങ്കിലും ഓക്കെ ആയിരുന്നു. അല്ല, ഒരു ഷോട്ടെങ്കിലും വേണമെന്നുള്ളത് അയാൾ നിർബന്ധമല്ലേ. ശരി, എനിക്കിതൊരു ഭാരമാണ്. വേണ്ടാത്ത മുഴുവൻ എഴുതി കഴിഞ്ഞ് പടം തുടങ്ങിയ ഉപകാരമില്ല, എൻ്റെ ക്യാരക്ടറേ ഇല്ല അതിനകത്ത്. അല്ല, പക്ഷേ എൻ്റെ ചോദ്യം, ഇപ്പം അത്രയും പ്രധാനപ്പെട്ട ഒരു നടൻ അത്തരം ചെറിയ റോൾ ആ കാലത്ത് അങ്ങനെയാണ്. അന്ന് തുടങ്ങുക അന്ന് അങ്ങനെ വലിയ നടനൊന്നും ആയില്ല. ആയിട്ടില്ല. അപ്പം പക്ഷെ നിങ്ങൾ തമ്മിൽ പരിചയം പരിചയമില്ല. ഞങ്ങൾ ഇതുപോലെ തന്നെ ചെറിയ പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ മരണവാർത്ത സംഭവിക്കും അങ്ങ് എവിടെയാ? ഞാനവിടെ സ്ഥലത്തിനുണ്ട്. ഓ ഉണ്ട്. അവിടെ ഒരു ഫ്യൂ യാർഡ്സ് ഇപ്പുറത്ത് അവിടെ എയർഫോഴ്സുകാരുടെ ക്യാമ്പിൻ്റെ അകത്തിരുന്ന് ഞാൻ മേക്കപ്പ് ചെയ്യായിരുന്നു. ആ റൂമിൽ ഞാനും ഉണ്ടായിരുന്നു, നമ്പിയാരും ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര ഒരു ശബ്ദം കേൾക്കണം. ഞങ്ങൾ ജനലിൽ കൂടെ നോക്കിയപ്പോൾ ആളുകൾ ഉടനെ ഓടിച്ചെല്ലാമെന്ന് നോക്കിയപ്പോൾ അവിടെ വണ്ടിയൊന്നുമില്ല, അങ്ങോട്ടില്ല. വണ്ടിയിൽ വേണം അങ്ങോട്ട് പോകും, കാറിൽ പോകണം. കുറച്ച് ദൂരമുണ്ട്. കാരണം അവർ തന്നെ ഒരു വണ്ടി ഇങ്ങോട്ട് വന്നു. ആ വണ്ടിയിൽ കയറി അവിടെ പോയപ്പോൾ ജയനെ വണ്ടിയിലേക്ക് കയറ്റി അത് ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ആ വണ്ടിയിൽ തന്നെ നേരെ. അപ്പോഴത്തേക്ക് അതിന് മുമ്പ് അറിഞ്ഞല്ലേ അവിടെ ചെല്ലുമ്പോഴേ ആക്സിഡന്റ് മനസ്സിലായില്ല നമുക്ക്? ആദ്യം ആക്സിഡന്റ് മനസ്സിലായി. ഹെലികോപ്റ്ററിന് വന്ന് അടിച്ചതാണ്. അത് തൂങ്ങിക്കിടന്നപ്പോൾ വന്ന് തട്ടിയതാണ്. അപ്പം മരിച്ചു എന്നുള്ളതൊന്നും അറിയില്ല. പിന്നെ ആ വണ്ടിയിൽ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോൾ അറിഞ്ഞു ഇങ്ങനെ സംഭവം, മരിച്ചു എന്നറിഞ്ഞു. പിന്നെ അകത്ത് കയറി ബോഡി കണ്ടു. പിന്നെ ബോഡി ഇറങ്ങി വന്ന് കൊല്ലത്തൊക്കെ കൊല്ലം വരെ പോയി തിരിച്ചു. ആ ഒരു വല്ലാത്ത ഷോക്കായിരുന്നില്ല? വല്ലാത്ത ഷോക്കായിരുന്നു, സഹിക്കാൻ വയ്യാത്ത ഷോക്കായിരുന്നു. അപ്പോഴത്തേക്കും വാർത്തകളെല്ലാം വന്നു. വലിയ സിനിമ. എനിക്കൊന്ന് മലയാള സിനിമയിൽ എത്ര വലിയൊരു കോളുകളൊക്കെ വേറെ ഉണ്ടായിട്ടുണ്ടാവില്ലല്ലേ? അതൊരു വല്ലാത്തൊരു, അതിൻ്റെ പേര് പിന്നെ കഥകളും എന്തെല്ലാം പിന്നെ ആ സമയത്ത് വന്നു. സിനിമാ മാസികളിലൊക്കെ ഗോസിപ്പുകളും.
മൊത്തം ഷൂട്ടിംഗ് ഒക്കെ നിർത്തി വെച്ച് കാണാം, അതിനുശേഷം ബാക്കി പടങ്ങളൊക്കെ നിർത്തി കാണും ആ സമയങ്ങളിൽ അല്ലേ? ആ അത് മൊത്തം സിനിമ സ്തംഭിച്ചു. അതെ. അതിന് ഷോക്ക്, അത്രയൊരു ഷോക്ക് മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവും. അത്രയും വലിയ നഷ്ടവും ഡ്യൂറിങ് സിനിമ അഭിനയിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു നഷ്ടം. അതെന്തായിരിക്കും അങ്ങനെ പുള്ളി എന്തായിരിക്കും അത് സംഭവിക്കുന്നത്? പറ്റിയത് എന്തെന്ന് പറയാൻ നമുക്ക് എന്തെന്ന് പറയാനൊക്കെ സമയദോഷമൊന്നുമില്ലാതെ പുള്ളി കുറേയൊക്കെ പുള്ളി തന്നെയാണ് കാരണം ആ ടേക്ക് എടുത്തത് മതി, ഇറ്റ് ഇസ് ഓക്കെ എന്ന് പറഞ്ഞപ്പം അതെങ്ങാണ്ട് ഇതിൻ്റെ കയ്യിൽ തൂങ്ങിക്കിടന്നിട്ട് അതിൻ്റെ അകത്ത് ചാടിക്കയറി പിടിച്ചെടുക്കണ അങ്ങനത്തെ ഒരു സീൻ എന്താണ്. അപ്പോൾ ചെയ്ത് ഓക്കെയാണെന്ന് പറയുമ്പോൾ അല്ല ഇത് ശരിയായില്ല, ഒന്നും എടുത്തില്ല എന്ന് ഇയാൾ നിർബന്ധിച്ചിട്ടാണ് എടുത്തത്. ശരി, സംവിധായം പറഞ്ഞാൽ മതിയെന്ന് സംവിധായകന് ക്യാമറാമാനും എല്ലാം പറഞ്ഞ എല്ലാവരും പറഞ്ഞു വീണ്ടും എടുക്കാൻ വീണ്ടും കുറേ കൂടെ നന്നായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതാണ് ഞാൻ പറയുന്നത്, സമയത്തിൻ്റെ കാര്യം ആരെയൊന്നും പറയാം. പുള്ളിക്ക് അങ്ങനെ ഒരു ജയൻ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല, പെർഫെക്ഷന് വേണ്ടിയിട്ട് എന്തും ചെയ്യുമായിരുന്നു, റിസ്ക് എടുക്കുമായിരുന്നു, ധാരാളം എടുക്കുമായിരുന്നു, ആവശ്യത്തിൽ കൂടുതൽ എടുക്കുമായിരുന്നു. ആ കാലത്ത് ഈ ഒരുപാട് ഗോസിപ്പുകളൊക്കെ വന്നപ്പോൾ അത് വലിയ ഇതൊന്നും അല്ലെന്ന് അറിയാം. നിങ്ങളത് അതിനെയൊക്കെ എങ്ങനെ അതിനെ കൈകാര്യം ഞങ്ങളൊന്നും മൈൻഡ് ചെയ്യാനോ പറ്റില്ല, ഇങ്ങനെ വരുമല്ലോ അല്ലേ? മലയാള സിനിമയിലെ നിത്യഹരിത നായകൻ ആണ് പ്രേം നസീർ. അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ആ ഒരു അടുപ്പവും ആ സിനിമാഭിനയം ആളുകൾക്ക് കുറച്ചുകൂടെ അറിയാൻ താല്പര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും രീതിയൊക്കെ അറിയാൻ ഇപ്പോഴും ആളുകൾക്ക് താല്പര്യമുണ്ടാവും. എനിക്ക് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പോകുക ചെയ്തില്ലായിരുന്നു, ആ കഥയൊന്ന് പറയാമോ ആ കാര്യം? ഇതിപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്യണത് തന്നെ അദ്ദേഹത്തിന് മുമ്പ് വെച്ചാണ്. പക്ഷേ അദ്ദേഹം ഒരു സീൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഷോട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് എന്നെ മേക്കപ്പ് ചെയ്തുകൊണ്ട് ഒരു ഷോട്ട് എടുക്കുമായിരുന്നു. തിരിച്ച് ഞാൻ ഇറങ്ങിയിട്ട് എന്നെ തിരിച്ച് ഓഫീസിൽ കൊണ്ടുപോകാൻ നസീറിൻ്റെ വണ്ടിയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ സംസാരിച്ചു ആദ്യം വരുമ്പോൾ ഫസ്റ്റ് ഡേ. അപ്പോഴും ജാടയൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് ജാട ഒരിക്കലും ഇപ്പോൾ നസീറിനെ ഞാൻ പിന്നെ മുമ്പ് കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ അന്ന് ഫ്ലൈറ്റൊന്നും അധികമില്ല, എല്ലാം ട്രെയിനിൽ തന്നെ പോവുക. ഞാനിവിടുന്ന് ബനാറസിലും കാശിയിലും ഒക്കെ പോകുമ്പോൾ, ബനാറസിലും ഡൽഹിയിലും നാഷണൽ സ്കൂൾ ഡാമിലൊക്കെ പോകുമ്പോൾ ട്രെയിനിലാണ് പോണേ. അപ്പം മിക്കവാറും പല ഇതിലും മൂപ്പരും ട്രെയിനിലുണ്ടായിരുന്നിരിക്കും, അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും ഒക്കെ. അപ്പം പല ട്രെയിനിലൊക്കെ ഇത് ചെങ്കോട്ട അങ്ങനെ ഇങ്ങനെയുള്ള സ്റ്റേഷനിൽ മൂപ്പര് പുറത്തിറങ്ങി നിൽക്കും. ആ കൂട്ടത്തിൽ ഞാനും ഇറങ്ങി ചെല്ലും. അപ്പോൾ കണ്ടപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം പേര് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനോട്, അതുകൊണ്ട് എന്നെ ഓർക്കണമെന്നില്ല. അന്ന് അദ്ദേഹത്തിന് അക്കാലത്ത് അവിടെ എല്ലായിടത്തും ആരാധകരും കാണും, എവിടെ ചെന്നാലും മലയാളികൾ ഉണ്ടാവുമല്ലോ. പിന്നീട് സിനിമയിലായി കഴിഞ്ഞപ്പോഴോ? സിനിമയിൽ അന്നാണ് ആദ്യം കണ്ടത്. അത് കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ അടുത്ത് അത് കഴിഞ്ഞ് മൂന്നാം ദിവസം ഒരാഴ്ച കഴിഞ്ഞപ്പം ഒരുമിച്ച് അഭിനയിക്കാൻ തുടങ്ങിയത്. പിന്നെ വളരെ വളരെ ക്ലോസ് ആയിരുന്നു ഞങ്ങളൊരു. എന്തിന് നസീറിൻ്റെ 2 മക്കളും പഠിച്ചുകൊണ്ടിരുന്നത് എവിടെയായിരുന്നു? കൊടൈക്കനാലല്ല, പഠിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഊട്ടിയിലല്ല. അപ്പോൾ ആ പിള്ളേർ അവധിയാവുന്ന നേരത്ത് നേരെ മദ്രാസിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരും. അത് നേരത്തെ മദ്രാസിൽ നസീറിൻ്റെ വീട്ടിൽ വരും. അപ്പോൾ പല പ്രാവശ്യവും അത് വന്ന ഉടനെ തന്നെ ഞാൻ പോകണമെന്നന്വേഷിച്ചിട്ട് ഇവർ എൻ്റെ കൂടെ കയറ്റി അയക്കണം ഫ്ലൈറ്റിൽ. അപ്പോൾ കുട്ടികൾ രണ്ടുപേരും നേരെ നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കും. ചെറിയും കഴിയുന്ന അവർ വന്നിട്ട് കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ അത്ര ഒരു ബന്ധമുണ്ടായി ഞങ്ങൾ തമ്മിൽ. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള തീരുമാനം ചർച്ച ചെയ്തിരുന്നു നിങ്ങളോടൊക്കെ? ഇല്ല, അതെൻ്റെ അടുത്ത് ചർച്ച ചെയ്തിട്ടില്ല. എന്താ അതിങ്ങനെ ഒരു തോന്നലായിരിക്കും വന്നത്. അപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് ഒന്നാമത് അങ്ങനെ ചർച്ച ചെയ്യാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനും എനിക്കിതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം അങ്ങേർക്കും എന്നോട് സംസാരിക്കണം. അത് തെറ്റായിരുന്നത് വേണ്ടായിരുന്നു തോന്നി കാണും അല്ലേ? വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടേ ഇല്ല. അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റായ തീരുമാനമായി ഒരുപക്ഷെ എനിക്കൊന്ന് പിന്നീട് വിലയിരുത്തപ്പെടുന്നത് അതാണെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് അത് സക്സസ് ആകാനും പറ്റിയില്ല. അതിപ്പോൾ എല്ലാവർക്കും എല്ലാം സക്സസ് ആവും, അതുകൊണ്ട് ഒരു തീരുമാനം തെറ്റെന്ന് ശരിയെന്ന് പറയാൻ ഒക്കില്ലല്ലോ. സാറ് അന്ന് അക്കാലത്ത് മലയാള സിനിമയുടെ കേന്ദ്രം മദ്രാസ് ആയിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സാർ ആ ഒരു മദ്രാസ് വേണ്ട ഉമാ സ്റ്റുഡിയോ ഒക്കെ തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പോലും അത് അങ്ങനെ ഒരു തീരുമാനം? അല്ല, അതിപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് പടം പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ തുടങ്ങിയല്ലോ. നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ടൊരു സെറ്റ് ഇട്ടു, ഇതുപോലെ സെറ്റ് ഇട്ടു എന്നിരിക്കട്ടെ. സെറ്റ് ഇട്ട് അതിനകത്ത് 5-6 ദിവസം വർക്കുണ്ട്. ഇതിനിടയ്ക്ക് ഒരാളിന് സുഖമില്ലാതായി. അപ്പോൾ അയാളും കൂടെ ഉള്ള സീൻസ് നമുക്ക് എടുക്കാൻ ഒക്കുന്നില്ല.
സോ വി ഹാവ് ടു ടേക്ക് ഇറ്റ് സം അതർ ടൈം. ഓക്കെ. പക്ഷേ എന്ത് പറ്റും, ഈ സ്റ്റുഡിയോ ഉടമ വേറെ ആളുകൾക്ക് വല്ല ഇത് തെലുങ്ക് പടത്തിനോ തമിഴ് പടത്തിനോ ഒക്കെ നമ്മൾ പറഞ്ഞ ദിവസത്തിൻ്റെ അടുത്ത ദിവസം അതിൻ്റെ അടുത്ത ദിവസമായിട്ട് അവർക്ക് ഡേറ്റ് കൊടുത്തിരിക്കും, അഡ്വാൻസ് കാശ് വാങ്ങി. ഓക്കെ. സോ നാച്ചുറലി അവർക്ക് ഒരു രക്ഷയില്ല. അവർക്കിതിനെ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് അവർ മറ്റവരുടെ സെറ്റിട്ട് കൊടുക്കണം. ഓക്കെ. ഓക്കെ. അപ്പോൾ നമുക്ക് എടുക്കണമെങ്കിൽ എഗെയിൻ വി ഹാവ് ടു ദി സെറ്റ്. ചിലപ്പം ഈ ബുദ്ധിമുട്ടൊന്ന് മറ്റൊന്ന് കോസ്റ്റ്ലി അഫെയർ അതെ അല്ലേ. അപ്പോൾ അത് ഞാനിങ്ങനെ ഷൂട്ടിങ് തുടങ്ങിയപ്പോൾ എനിക്കങ്ങനെ വന്നിട്ടില്ലെങ്കിലും വരാനുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തൊട്ട് നമുക്കൊരു ഫ്ലോറും ഇതുണ്ടെങ്കിൽ സെറ്റിട്ട് അവിടെ കിടക്കുമല്ലോ. നമ്മുടെ പടം തീർന്നിട്ട് അതെ, നമുക്ക് തോന്നുമ്പോൾ. പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലായിരുന്നു സ്റ്റുഡിയോ അന്നത്തെ? ഏത് സ്റ്റുഡിയോ? അതിപ്പോൾ നമ്മൾ ചെറിയ വീടെടുത്തിൽ വാടകയ്ക്ക് താമസിക്കുന്നതിനേക്കാളും എക്സ്പെൻസീവ് അല്ലേ ഒരു വീട് വെക്കുന്നത് അല്ലേ? അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെ പരിശ്രമം ആരും ചെയ്തില്ലല്ലോ ആ സമയത്ത്. അതിൻ്റെ ചിലവിനെക്കുറിച്ചും അതിനെക്കുറിച്ചും പിന്നെ ആവശ്യത്തിനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. അപ്പോൾ ഇങ്ങനെ എടുക്കണമെങ്കിൽ നമുക്ക് സൗകര്യമായിട്ട് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഓക്കെ, നമ്മൾ സ്വന്തമായിട്ടൊരു ഫ്ലോർ ഉണ്ടെങ്കിൽ ആ ഫ്ലോറിൽ സെറ്റ് ഇട്ടാൽ. മോളുടെ പേരും കൊടുത്തു? അതെ, മോളുടെ പേര് വേറെ ആരുടെയും പേര് കൊടുക്കാനില്ലായിരുന്നു, അവൾ മാത്രമേ ഉള്ളൂ സന്തതിയായിട്ട്. അപ്പോൾ അത് എനിക്കൊന്ന് ആദ്യത്തെ തിരുവനന്തപുരത്ത് ആദ്യത്തെ സ്റ്റുഡിയോ ആയിട്ട് അന്ന് മെരിലാൻഡ് ഉണ്ടായിരുന്നു, ചിത്ര മറ്റേ മെരിലാൻഡ് സ്റ്റുഡിയോ. ഓക്കെ. അത് ആദ്യത്തെ ഒന്നുമില്ല, മെരിലാൻഡ് ഉണ്ടായിരുന്നു, ഉദയ ഉണ്ടായിരുന്നു, പിന്നെ അജന്ത ഉണ്ടായിരുന്നു, പിന്നെ വേറെ ഏതോ. സജീവമായി വരുവാ തിരുവനന്തപുരം അല്ലേ? കേരളം സജീവമായി വരുവാ, സജീവമായിരുന്നു. അങ്ങനെ അപ്പം മദ്രാസിൽ താമസം വേണ്ട, ഇവിടെ തന്നെ താമസം നല്ലത് തീരുമാനിച്ചത്? അത് ഈ സ്റ്റുഡിയോ വന്നതിന് ശേഷമാണ് താമസം ഇങ്ങോട്ട് മാറ്റി. താമസം മദ്രാസിലായിരുന്നു. അത് അസൗകര്യമായില്ലേ? മദ്രാസിൽ താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല അക്കാലത്ത് സിനിമയിൽ നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ? അങ്ങനെ ഒരു ആവശ്യം ഇല്ല. അത് അഭിനയത്തിൽ മാത്രം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനില്ല മദ്രാസിൽ താമസിക്കുന്നത്. ഞാൻ ഈ സ്റ്റുഡിയോ തുടങ്ങിയിട്ട് പിന്നെ ഞാൻ അഭിനയിക്കാനും ഡയറക്റ്റായി ചെയ്യാനും തുടങ്ങിയപ്പോൾ അത്യാവശ്യത്തിന് ആരെങ്കിലും വിളിക്കുന്ന പടത്തിൽ അഭിനയിക്കാൻ പോകുന്നു എന്നുള്ളതല്ലാതെ ഈ പ്രൊഡക്ഷനിലും വർക്കിലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഓക്കെ. ഈ സ്റ്റുഡിയോ അവസാനിപ്പിക്കേണ്ട സാഹചര്യം എന്താ ഉണ്ടായത് പിന്നീട്? അത് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു ചെറുക്കൻ ഇവിടെ നിന്നവൻ അവൻ ഇവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞ് ജംഗ്ഷനിലുള്ള ആളുകളുടെ അടുത്തെല്ലാം യാത്ര ചോദിച്ചു, തിരക്കത്തകരപ്പെട്ടി. ഒന്നും പറഞ്ഞ് ഇവിടെ പയ്യൻ ജോലിക്ക് ചെന്നിരുന്നു. ഒരു സമയം പറഞ്ഞ് അവനൊരു ജോലി കിട്ടിയിട്ട് കമ്പനിയിലേക്ക് പോവുകയാണ്. അവൻ നല്ലതായി നീ പൊയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടിക്കൂലിക്കുള്ള കാശൊക്കെ കൊടുത്തിട്ട് അവൻ പോയി. അത് അവന് ജംഗ്ഷനിൽ പോയിട്ട് അവിടെയുള്ള കടക്കാരുടെ അടുത്തുമെല്ലാം യാത്ര ചോദിച്ചിട്ട് അവൻ പോയത്. ഞാൻ അന്ന് ഇവിടെ ഇല്ല, അന്ന് നാണയം എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് കോട്ടയത്താണ്. അപ്പോൾ അവൻ അവിടെ പോയിട്ട് അത് കഴിഞ്ഞിട്ട് തന്നെ അറിയണത് അവിടെയുള്ള ചില രാഷ്ട്രീയ ഭിക്ഷാന്തരികളും ക്ഷുദ്രജീവികളും ഒക്കെ ഉണ്ട്. ഇവനെ ഞാൻ അടിച്ചു കൊന്നു എന്ന് പറഞ്ഞിട്ട് കഥയുണ്ടാക്കി കാശ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു. അപ്പോൾ ഞാനിത് ഇവിടുന്ന് ഇങ്ങനെ അടിച്ചു കൊന്നു എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കോട്ടയത്ത് നിന്ന് ഇവിടെ വന്നു. അപ്പോൾ ഇവരിവിടെ വന്നു. അല്ല, അങ്ങനെ കഥ ഉണ്ടാക്കാൻ പശ്ചാത്തലം കാശടിക്കാൻ ഓക്കെ ഒരുത്തനുണ്ടായിരുന്നു അതിനകത്ത്. ഒരുത്തൻ ഒരു നമ്മുടെ സ്റ്റാഫായിട്ട് തന്നെ ഉണ്ട്. സ്റ്റാഫല്ല, പുറത്തുള്ള നേതാവായിട്ട് സഖാവെന്ന് അയാളെ വിളിക്കുന്നത്. അയാൾ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, സഖാവെന്നാണ് അയാളെ വിളിക്കുന്നത്. അപ്പോൾ വെള്ളക്കടവല്ല, വെള്ളക്കടവ്. അപ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് ഇതുണ്ട്, രസീത് കൊടുത്തിട്ട് കാശ് വാങ്ങിച്ചിട്ട് പാർട്ടി കൊടുക്കാതെ ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാർട്ടിയുടെ കാശ് പിരിച്ചിട്ട് ഇയാളെ പോക്കറ്റ് പുറത്താക്കി. കോൺഗ്രസ്സുകാരനായി. കോൺഗ്രസ് നേതാവായിരിക്കുമ്പോഴും ഇയാളെ സഖാവെന്നാണ് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അയാൾ ഞാൻ സ്റ്റുഡിയോ തുടങ്ങിയതിന് ശേഷം പലപ്പോഴും വന്ന് എൻ്റെ അടുത്തും ചിലർ താല്പര്യം പറഞ്ഞ് കാശ് വാങ്ങിച്ചിട്ടുണ്ട്. എന്തിന് ഞാനിവിടെ പിഴിച്ചിലിന് വേണ്ടിയിട്ട് ഇവിടെ വൈദ്യശാലയിൽ കിടക്കുമ്പോൾ അയാൾ വന്നിട്ട് മോൻ്റെ സ്കൂളിന് ഫീസ് കൊടുക്കാൻ കാശില്ല എന്നുകൊണ്ട് ഞാൻ അവിടുന്ന് ഫീസിനാണോ വാങ്ങിച്ചതെന്ന് എനിക്കറിയില്ല, കാശ് കൊടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇയാളെ കാശടിക്കാൻ ഒരു പറ്റിയ പണിയാണെന്ന് നോക്കി ഇവനെ ഞാൻ തല്ലിക്കൊന്നാണെന്ന് പറഞ്ഞിട്ട് കഥയുണ്ടാക്കി. എന്തിന് ഈ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അങ്ങനെ ക്ഷമിക്കണം? അടിച്ചു കൊന്ന് സ്റ്റുഡിയോയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. കേക്ക് കർണാടൻ്റെ അടുത്ത് വരെ ഒരു 5-6 പേരെല്ലാം കൂടെ എല്ലാവരും കൂടെ ചേർന്നിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തു. ഉടനെ എന്നെ അറസ്റ്റ് ചെയ്യണം, ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം. അപ്പോൾ ഞാൻ ഇതറിഞ്ഞിട്ട് ഞാൻ കരുണാകരനെ പോയി കണ്ടു. പറഞ്ഞു സംഗതിയൊക്കെ എനിക്കറിയാം,
ഞാൻ ഈ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാനുള്ള പക്ഷേ സൂക്ഷിക്കണം. പാലക്കാടിൽ മാധവനുണ്ടായിരുന്നു. ഈ മാധവനെ ആരെയോ കൊന്നു, മാധവനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഒരാളിനെ ജയിലിലുമാക്കി. കുറേ കഴിഞ്ഞ് 3-4 മാസം കഴിഞ്ഞ് മാധവൻ തിരിച്ചു വന്നു. അങ്ങനെയുള്ള കഥകളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. കരുണാകരൻ പറഞ്ഞു, ഞാൻ ക്രൈംബ്രാഞ്ചിനെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് നമ്മുടെ മാനേജറെടുത്ത് പറഞ്ഞു, നിങ്ങൾ ആരും പേടിക്കണ്ട, അവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ വീടുകളിൽ കൊണ്ട് കൊടുക്കില്ല, കൊടുക്കാൻ ഒക്കില്ല, ഒന്നും പ്രദേശമാണ്. എല്ലാം കൂടെ റേഷൻ കടയിൽ കൊടുത്തേക്കും. കുറച്ച് ലിറ്ററേ വരുള്ളൂ, കൊടുക്കും. റേഷൻ കടയിൽ വന്നാണ് ആളുകൾ ലെറ്റേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ മാനേജർ ഗോപാലകൃഷ്ണനോട് പറഞ്ഞു, ഗോപാലകൃഷ്ണൻ പേടിക്കൊന്നും വേണ്ട, അവൻ്റെ എഴുത്ത് വരും അവൻ്റെ അമ്മയ്ക്ക്. ബേസിക്കലി ഇവിടുത്തുകാരൻ തന്നെയായിരുന്നു. അവൻ അവിടുത്തുകാരനാണ്. അവൻ്റെ അമ്മയൊക്കെ അവിടെ തന്നെ. ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, അവൻ്റെ അമ്മയുടെയൊക്കെ അപ്പോഴത്തെ അവസ്ഥ തന്നെ. അവരെന്നാ പറയുന്നത്? അവൻ്റെ അമ്മയ്ക്ക് കാശ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്നിട്ട് വാടകയ്ക്ക് കൊലയെല്ലാം മുറിച്ച് പ്രിൻ്റ് ചെയ്യാൻ, ഇതിൻ്റെ നോട്ടീസ് അടിക്കാൻ പ്രിൻ്റ് ചെയ്യാനുള്ള കാശെല്ലാം അവർ കൊടുത്തു. അവർക്ക് അവർ നിൻ്റെ വലിയ എമൗണ്ട് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വാക്കും കൊടുത്തു അമ്മയുടെ അടുത്ത്. ഇവിടെ വന്ന് ഞാനിവിടെ വന്നു എന്ന് പറഞ്ഞില്ലേ, ഇവനെല്ലാം കൂടെ ഇവിടെ വന്നു. ഇങ്ങനെയാണ് നമുക്ക് സെറ്റിൽ ചെയ്യാം. ഒരു 10-25 രൂപ കൊടുത്താൽ അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി കേസൊന്നും ഉണ്ടാവില്ലെന്ന് ഈടാക്കാതെ 1 മണി ഞാൻ പുറത്താക്കിയിട്ട് മുക്കിൽ ചെന്ന് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്, ഞങ്ങളിവിടെ ധർണയ്ക്ക് വരും. അവിടെ നിന്ന് മുഖംകട അവിടെ നിന്ന് ചാടി ഇവിടെ ഇറങ്ങി കഴിവറന്മാർ ഇവിടെ കാല് വെട്ടിയെടുത്തുകളെ കടക്കാർ. ഇവിടെ അങ്ങനെ ഇവിടെ ഇല്ലായിരുന്നപ്പോൾ ഇവൻ തകരൊക്കെ പെട്ടിയുമായിട്ട് വന്ന് ഞങ്ങളുടെ അടുത്ത് പോയി യാത്ര ചോദിച്ചിട്ടാണ് പോയത്. പിന്നെ വന്നില്ല. ഞാൻ അവരുടെ അടുത്ത് ഗോപാലകൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞു, എഴുത്ത് വരണമെന്ന് ചോദിക്കുന്നത്. ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പം എഴുത്ത് വന്നു. അമ്മയ്ക്ക് എഴുത്ത് വന്നു. അത് കടക്കാരൻ്റെ നിന്ന് ഗോപാലകൃഷ്ണൻ വാങ്ങിച്ചു. നോക്കിയപ്പോൾ ഇയാൾ കല്ലായിലാണ് കോഴിക്കോട് ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ്. ഞാൻ ഉടനെ PV ഗംഗാരനെ വിളിച്ചു. PV ഗംഗാരനെ അപ്പോൾ തന്നെ പോലീസ് സഹിതം ഹോസ്പിറ്റൽ അവിടെ പോയി ഹോട്ടലിൽ പോയി. അപ്പോൾ ഇവൻ സിനിമ കാണാൻ പോയിരിക്കും. ഇവൻ ഇവിടുന്ന് ഒരു ഫ്രീഡവും അത് നല്ല പ്രായം അതല്ലേ, 14 ഇവന് ചോദിച്ചേ ഉള്ളൂ. അപ്പോൾ PV ഗംഗാരൻ നേരെ തിയേറ്ററിൽ പോയിട്ട് പടം നിർത്തിയിട്ട് അനൗൺസ് ചെയ്തു, ഇങ്ങനെ ഒരാളിവിടെ ഉണ്ടെങ്കിൽ ഇറങ്ങി വരണം. ഞാൻ ഓടി, എന്താ സാർ ഇങ്ങനെയാണ് സംഭവം? അയ്യോ ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഉടനെ അങ്ങോട്ട് പോയനല്ലേ, അറിയിച്ചല്ലേ ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ളത്. അവനെ പോലീസ് പിടിച്ച് പോലീസുകാരനെ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ വന്നിട്ട് അമ്മ ഞാൻ അറിഞ്ഞെങ്കിൽ ഞാൻ വന്നനെ എന്ന് പറഞ്ഞാൽ അവനിപ്പോഴും ഉണ്ട്. ശരി, അതെ. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എനിക്കൊരു വാശി വന്നു. അവിടെ തെണ്ടി എണ്ണ കുറേ എണ്ണത്തിന് നമ്മൾ ജോലി കൊടുത്ത് അതിൽ കുറേ പേര് ഈ നമ്മളെ സഖാവിൻ്റെ ശിഷ്യന്മാർ അവിടെ ടാക്സി വിളിച്ചാൽ വരില്ല, ഒരു മനുഷ്യന് റോഡില്ല. ഒരു ടാക്സി വന്നു കഴിഞ്ഞാൽ പിന്നെ ടാക്സി വരത്തില്ല. ആ റോഡ് ഞാനിവിടെ മന്ത്രിമാരെ എവിടെയെല്ലാം പിടിച്ചിട്ട് പഞ്ചായത്ത് റോഡായിരുന്നു തന്നെ PWD കൊണ്ടടിപ്പിച്ച്, കാരണം ബസ് വരാൻ. എന്നിട്ട് ബസ് ഇടിച്ചു. പുള്ളിയറക്കോണം ബസ് ആദ്യമായിട്ട് ഇടിച്ചു. പുള്ളിയറക്കോണത്തിനടുത്തായിരുന്നു. അതെ, പുള്ളിയറക്കോണത്താണിത്. അതെ, അത് കടവ് അവിടെ കടന്ന് വേണം പുള്ളിയറക്കോണം. അങ്ങനെയാണ് പുള്ളിയറക്കോണത്തിൽ വഴി തെളിയുന്നത്. അതെ, ആദ്യത്തെ ബസ്സാണ്. അതുവരെ പഞ്ചായത്ത് റോഡായിരുന്നു, സൈക്കിളിൽ പോലും പോകണമെങ്കിൽ പേയാട് വഴി പോകണമായിരുന്നു. ഈ പാലത്തിന് നേരത്തെ സാങ്ഷൻ ചെയ്തതിന് പെട്ടെന്നുള്ള സ്ഥലം അത് കുത്തിപ്പൊക്കിയിട്ട് കിട്ടാനുള്ള കൺസ്ട്രക്ട് ചെയ്യാനുള്ള എല്ലാം ശരിപ്പെടുത്തി വരുന്ന ഒരു കാലം. ഈ ബസ്സിൻ്റെ പുറകെ ഘാതകൻ മധുവിനെ അറസ്റ്റ് ചെയ്യാന്നവൻ ഒട്ടിച്ചു. അപ്പോൾ ഇതിൻ്റെ കൂടെ നിന്ന് കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വാശിയായി. ചുമ്മാ പട്ടിണി കിടന്നവന്മാരെ വിളിച്ചുകൊണ്ടുവന്ന് 4 ആഹാരവും കോഴിയിറച്ചിയും എല്ലാം കൊടുത്ത് ഇവന്മാർ ഇനി ഇതിൻ്റെ അകത്ത് കാല് കുത്താൻ പാടില്ലെന്ന് എനിക്ക് വലിയ വാശിയായി. ഞാൻ പറഞ്ഞു, ഇനി ഇവിടെ ഷൂട്ടിങ്ങുമില്ല, ഈ കഴിവറവന്മാർ ഇതിൻ്റെ അകത്ത് കയറുകയും ചെയ്യരുത്. ഞാൻ ഈ എക്യുപ്മെൻറ്റ്സ് എല്ലാം കൊണ്ടുപോകും. മദ്രാസ് കൊണ്ടിട്ട് അവിടെ ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ടാക്കി, ഇവിടെ റബ്ബറും വെച്ചു. പിന്നീട് ആ സ്ഥലം വിറ്റോ? ഇല്ല, ആ സ്ഥലം അത് കുറച്ച് ഇത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവിടെ ഇതുണ്ടല്ലോ, ഏഷ്യാനെറ്റൊക്കെ പിന്നെ അവിടെ വന്നത്. അല്ല, ഏഷ്യാനെറ്റിൻ്റെ ഈ സ്റ്റുഡിയോ പോർഷൻ മറിച്ച് ഏഷ്യാനെറ്റ് എല്ലാം വാങ്ങിച്ചു. അതിന് മുമ്പ് തന്നെ വാങ്ങിച്ചു ഈ
ഈ യന്ത്രം ഉണ്ടാക്കുന്നവർ റബ്ബറിൻ്റെ ഞാൻ മനസ്സിലായി. അവർക്ക് കൊടുത്തു. അവർക്കൊരു 1.5 ഏക്കർ കൊടുത്തു. ആ. ഇതെല്ലാം വച്ചിട്ട് അത് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് റബ്ബർ വയ്ക്കുന്നത്. റബ്ബർ വെച്ച് റബ്ബർ എടുക്കാറായപ്പോഴാണ് കറ എടുക്കാറായപ്പോഴാണ് ഈ ഏഷ്യാനെറ്റുകാർ എടുത്തത്. ഓ, അവർക്ക് കൊടുത്തു. അവർക്ക് കൊടുത്തു. അതുകൊണ്ട് റബ്ബർ കറ എടുത്തേ ഇല്ല. അത് ശരി. അങ്ങനെ. അങ്ങനെ ആ ഏഷ്യാനെറ്റ് എടുത്ത് അത് കൊഴിഞ്ഞു, കൈ കഴിച്ചു. അല്ല, അതോടെ നിർത്തി, സ്റ്റുഡിയോ പരിപാടി നിർത്തി. ഏത്? അതോടെ സ്റ്റുഡിയോ പരിപാടി സ്റ്റുഡിയോ പരിപാടി നിർത്തിയത് എനിക്ക് വലിയൊരു നഷ്ടമായിട്ട് സങ്കടമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇല്ല. ഈ സ്റ്റുഡിയോയുടെ ആവശ്യം കുറഞ്ഞു വരുന്നൊരു സമയമായിരുന്നു. ഓ, ഈ സ്റ്റുഡിയോ ഷൂട്ടിംഗ് തന്നെ ഔട്ട്ഡോറിലെ ഔട്ട്ഡോറിൽ അസൽ വീടുകളിലും ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് സ്റ്റുഡിയോ ഉണ്ടായിരുന്ന ഒരു ഫ്ലോർ ഉണ്ടായിരുന്നത് നല്ലതാണെന്നുള്ളതല്ലാതെ സ്റ്റുഡിയോ ഒരു മസ്റ്റ് അല്ലാതായ ഒരു സമയമായിരുന്നു. അന്നും ഇന്നും ഇങ്ങനെ തന്നെയാണ് കേരളത്തിൽ. ഒരു പണി നമുക്കൊരു സംരംഭം അല്ലേ, പിന്നെ പരിശ്രമിച്ചിട്ടുമില്ല. ഒരു ബിസിനസ് സംരംഭം ഇത്രയും സിനിമയിൽ നിന്ന് പ്രതിഫലവും ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഒരു പുതിയ ബിസിനസ്സിലേക്കൊന്നും പോകാൻ ഞാൻ സാധാരണ എല്ലാവർക്കും എന്തെങ്കിലും ബിസിനസ്സൊക്കെ ഉണ്ടാവുമല്ലോ. ഇല്ല, ബിസിനസ് എന്ന് പറയുന്നത് തന്നെ അതൊരു ജന്മനാലുള്ളൊരു കലയാണ്. നമുക്ക് ജന്മനാൽ കിട്ടുന്ന ഒരു കഴിവാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഇല്ലാത്തവൻ പോയി കഴിഞ്ഞാൽ പുള്ളി. നമുക്ക് ബിസിനസ്സിൽ താല്പര്യമില്ല, ബിസിനസ് ചെയ്യാൻ അറിയാനും പാടില്ല. ഇപ്പോൾ മിക്ക സിനിമക്കാരും റിയൽ എസ്റ്റേറ്റ് മുതൽ അങ്ങനെ പല പല പരിപാടികളുണ്ടല്ലോ. പലർക്കും താല്പര്യമുള്ളവർ കഴിവുള്ളവരുണ്ട്, ഒരുപാട് പേരുണ്ട്. സാർ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചേ ഇല്ല? ഇല്ല, എനിക്കൊന്നും കൊള്ളില്ല എന്നെക്കൊണ്ട്. സാറ് ഹാപ്പിയാണ്? അങ്ങനെ സിനിമാ ജീവിതവും ഇതുമായിട്ട് വളരെ ഹാപ്പിയായിട്ട് മുമ്പോട്ട് പോയി? വളരെ ഹാപ്പിയാണ്. എനിക്ക് ഇപ്പോൾ ഈ പറയുന്നവർ അവന് 5-6 മാസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്, അവൻ്റെ അമ്മയ്ക്ക് എവിടുന്നോ 25 രൂപ വീതം അയക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതിക്കാണ്ട് ചെയ്യാൻ. അന്ന് വാർത്തയൊക്കെ വന്നിങ്ങനെ. ഇത് ഇവനെ വാർത്ത പുറത്തു വരണം അവനെ കിട്ടിയതിന് ശേഷം. അതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഇല്ല, കാരണം ഈ 2 ആഴ്ചക്കുള്ളിൽ ഇത് നടന്നേ. ഓ, അവനെ ഞാൻ പിടിച്ചുകൊണ്ടുവന്നല്ലോ. ഓക്കെ. അവൻ്റെ അമ്മയ്ക്ക് കാശ് ചായക്കടയിൽ നിന്ന് കാശ് കിട്ടാനുള്ള മാസമോ ആയില്ല. മാസം തികയുന്നതിന് മുമ്പ് അവനെ പിടിച്ചോണ്ട് പോകുന്നല്ലേ. ഓക്കെ ഓക്കെ. അല്ല, അന്ന് വാർത്തയൊക്കെ വൈകിയേ വരാറുള്ളൂ അല്ലേ? ഇത് അറിയാൻ സമയമായില്ലല്ലോ. ഓക്കെ ഓക്കെ. ഇന്നാണ് അപ്പം അറിയാം, അന്ന് അങ്ങനെ സംവിധാനം ഇല്ല. പക്ഷേ ഇതില്ല. പിന്നെ അതിന് ശേഷമാണ് പത്രത്തിലെല്ലാം വാർത്ത വന്നതും ഇത് വലിയ ഇതായതും. അതെന്നെ അന്ന് തന്നെ പറഞ്ഞത് തിരിച്ച് കിട്ടിയെന്നുള്ളൊരു വന്ന വാർത്ത വന്നത്. ഇല്ലാതെ പിന്നെയല്ലേ അറിയണേ. ഓ, അത് ശരി. കിട്ടിക്കഴിഞ്ഞിട്ടായിരിക്കും കാണാൻ പോയെന്നുള്ള വാർത്ത വരുന്നത്. അതെ. അന്ന് സിനിമാ പ്രസിദ്ധീകരണങ്ങൾ ഒരുപാട് ഗോസിപ്പുകൾ എഴുതും അല്ലേ? നല്ല പ്രസിദ്ധീകരണങ്ങളൊന്നും എഴുതിയില്ല. ഇല്ല. എന്തിന്? തനിനിറംകാർ പോലും ഉണ്ടല്ലോ. ഒരു 5-6 പേര് ഇവിടെ വന്നിരുന്നു, ഇങ്ങനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് കൊടുക്കുന്ന എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. സൂക്ഷിക്കണം കേട്ടോ എന്നെ വിളിച്ച് പറയുക. അങ്ങനെ പറഞ്ഞ അവർ പോലും അത് ഒരു വാക്ക് എഴുതിയില്ല. അന്ന് തനിനിറമാണ് എഴുതുന്നത് എല്ലായിടത്തും. അവർ പോലും എഴുതിയില്ല. അവർ പോലും കൊടുത്തില്ല. ഇല്ല, അവർക്കറിയാം ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന്. ഓക്കെ. കൊടുത്തില്ല. പിന്നെ കരുണാകരൻ ഇയാളെ കണ്ടതിന് ശേഷം കരുണാകരൻ വല്ലതും പറഞ്ഞോ? അല്ല, കണ്ടപ്പോൾ പറഞ്ഞു കിട്ടിയല്ലേ. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇങ്ങനെയാണ് സംഭവം. അപ്പം അന്നും ഒന്നും വേണ്ട വാർത്ത ഉണ്ടാവാനും പേര് ദോഷം ഉണ്ടാവാനും ഒക്കെ അല്ലേ? പക്ഷെ നാട്ടുകാർ ഒപ്പം നിന്നു. നാട്ടുകാരെല്ലാവരും അല്ല, ഒരു വിഭാഗമാണ്. അതോടെ മടുത്തു അല്ലേ? അതോടെ മടുത്തു. പിന്നെ ഭാഷയായി അവനെയൊന്നും അതിൻ്റെ അകത്ത് കാല് കുത്തിക്കില്ല. സിനിമ ഫീൽഡിൽ എന്തായിരുന്നു ആ സമയത്തുള്ളൊരു ഒരു പ്രതികരണം? ഈ സുഹൃത്തുക്കളൊക്കെ അവരൊക്കെ എന്തെങ്കിലും അഭിപ്രായപ്പെട്ടിരുന്നോ ഇതിനകത്ത്? അവർക്കറിയാമല്ലോ, 2 ആഴ്ചയല്ലേ ഉള്ളത്. അവർ പിന്നെ നമ്മുടെ ഫീൽഡിലുള്ള ആളുകളെല്ലാം കാണുന്നതിനുള്ള സമയമാണ് നമുക്ക് ആളെ കിട്ടി. കഥ കഷ്ടം വേണില്ലേ. ഓക്കെ. അങ്ങനെ ആദ്യത്തെ സംരംഭം അവസാനിപ്പിച്ചു. പിന്നെ അതേകൊണ്ടായിരുന്നു എല്ലാവരും അയ്യോ എന്തിനാണ് അടച്ച്. ഞാൻ പറഞ്ഞു വേണ്ട, ഇങ്ങനെ ഒരു നന്ദിയില്ലാത്ത ഒരു വർഗം യുവന്മാരെ ഞാൻ അഥവാ തുടങ്ങിയിരുന്നെങ്കിലുള്ളൂ. ഇവരെ ഇല്ലാതെ തുടങ്ങിയിരുന്നെങ്കിൽ അവൻ പിന്നെ സമരമായി, പിന്നെ ലോക്കൗട്ടാവും. പിന്നെ എനിക്ക് തന്നെ അതിൻ്റെ അകത്ത് കയറാൻ നേരത്തില്ലാത്ത സ്ഥിതി. അതെ അതെ അതെ. നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അതെ അതെ. ഈ തിക്കുറിശിയുമായിട്ട് അടുപ്പമുണ്ടായിരുന്നോ? അടുപ്പം വലിയ ബഹുമാനവും സ്നേഹവും ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് ഒരു കാരണവരായിരുന്നു അല്ലേ? അതെ. എൻ്റെ അവിടുത്തെ ഉമാ സ്റ്റുഡിയോയിൽ എടുത്ത പല പടങ്ങളിലും അദ്ദേഹം അയച്ചു. ആദ്യത്തെ പടത്തിൽ തന്നെ ഉണ്ടായിരുന്നില്ല, അസ്തമയത്തിലുണ്ടായിരുന്നു, പിന്നെ ഏതൊക്കെ പടത്തിലുണ്ടായിരുന്നു. തിക്കുറിശി ആയിരുന്നു ആ കാലത്തെ സിനിമയിലെ ഒരു എല്ലാവരുടെയും തലയെടുപ്പോടെ എല്ലാവരുടെയും. അത് ഏത് പദവി എന്നുള്ളതല്ല, എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ മുമ്പിലായിരുന്നു. അതെ അതെ. സീനിയർ മോസ്റ്റ് മാൻ. ഈ അക്കാലത്ത് ഈ ഗോസിപ്പുകളൊക്കെ വരുമ്പം ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നു? അത് കുറേ ഗോസിപ്പുകളൊക്കെ ആ കാലത്ത് വരുമായിരുന്നല്ലോ.
ബുദ്ധിമുട്ടുകളെന്നുള്ളതായിട്ട് എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. ഈ വിവാഹം വൈഫിനെ എങ്ങനെ പരിചയപ്പെടുന്നേ? വൈഫ് ഞങ്ങൾ ബന്ധുക്കളാണ്. 3-4 വയസ്സുള്ളപ്പോഴേ അറിയാൻ കൊണ്ടുവന്നിട്ട്. ഓ, അറിയാം. അപ്പോൾ പരിചയപ്പെട്ടതൊന്നുമല്ല. ഇത് ബൈ ചാൻസിൽ ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള ബാലൻസോ മനസ്സോ ഇല്ലാത്തൊരു സമയത്താണ് അച്ഛനെ വിളിച്ച് പറയണം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ആലോചന നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ഞാനിപ്പം അച്ഛനാ പറയുന്നത്, അല്ല നമ്മൾ കണ്ടെത്തിയതൊന്നും അല്ല അല്ല എനിക്ക് ഇവരെ അറിയാമല്ലോ. അറിയാം. അല്ല എന്നാലും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായില്ല. ഇല്ല ഉണ്ടായിരുന്നു. ഞാൻ അതിനും സത്യൻ സാർ ഒരു ഇതാണ്. ഞാനൊരു സ്വാമി ലോഡ്ജിൽ ഒരു ദിവസം ഇരിക്കുമ്പോൾ അച്ഛൻ്റെ ഫോൺ വന്നു. ഇതാണ് കാര്യം. ഞാനും സത്യൻ സാറും കൂടെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുക. തിരിച്ചു വന്നു സത്യൻ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം. സത്യൻ അത് നോ പറയരുത്, നിങ്ങൾ പോകണം, ഇപ്പോഴത്തെ രണ്ട് ദിവസം ഷൂട്ടിംഗ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ പോയിട്ട് എനിക്ക് അവരെയും അറിയാം, അച്ഛനെയും അറിയാം, എല്ലാവരെയും അറിയാം. നമ്മൾ ആ സാറേ തുടങ്ങിയുള്ളൂ, എൻ്റെ കാരിയർ തുടങ്ങി. കാരിയർ തുടങ്ങാൻ ഇവിടെ 3 നേരത്തെ ആഹാരമല്ലേ, അതിന് നിങ്ങൾ ആർക്കും ആഹാരം കൊടുക്കണ്ട, നിങ്ങളെ വീട്ടിലും കഴിക്കാനുള്ളതുകൊണ്ട് അവരെ വീട്ടിലുണ്ട്, കഴിച്ചോളും. ഈ നല്ല ബന്ധമാണ്, പോകണം നിർബന്ധിച്ച് അങ്ങനെ തന്നെ അയച്ചേ. അപ്പോൾ ഇവിടെ വന്നു അപ്പുറത്ത് ശിവഭവനിലായിരുന്നു അവർ ഉണ്ടായിരുന്ന അമ്മയും മോളും. ഞാൻ വിളിച്ചത് ഇവിടെ നേരത്തെ അറിയാം. ഞാൻ പറഞ്ഞിങ്ങനെ അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കാര്യത്തിൽ അവൾക്ക് കല്യാണം എന്തോ ആലോചിച്ചപ്പോൾ ആരോ പറഞ്ഞു ഇത് കൊള്ളാം, അവിടെ പരമേശ്വരൻ പിള്ളയ്ക്ക് ഒരു മോനുണ്ട്, അവന് 10-30 വയസ്സായി, അവനും കല്യാണം കഴിക്കില്ല, ഇവളും കല്യാണം കഴിക്കില്ല, ഇന്ന് രണ്ടിനും കൂടെ ഒന്നും കഴിപ്പിച്ചാൽ എന്നൊരു അടി അടിച്ചു. വേറൊരു കാരണം ആ സിനിമാക്കാരനെയാണ്. അപ്പോൾ ഇവൾ അവിടെ കേട്ടോണ്ടിരിക്കുന്നു. ഇവൾ അറിയാതെ പറഞ്ഞു പോയി ആ സിനിമാക്കാരൻ എന്ത് കുറ്റം, കുഴപ്പമെന്ന് ചോദിച്ചു. മനസ്സിലായി. അപ്പം ഇവർക്ക് മനസ്സിലായി സിനിമാക്കാരനെ ഞാനാണെങ്കിൽ ഇവൾ സമ്മതിക്കുമെന്ന്. ഓക്കെ ഓക്കെ. അപ്പോൾ എന്നെ അപ്പോൾ ഇവിടെ വരുമ്പം പ്രചരിച്ച കഥ എന്താണെന്ന് വെച്ചാൽ എന്നെ അവളെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞില്ല. അപ്പോഴത്തെ ഒരു ചോദ്യം. അതെ, ആ സിനിമാക്കാരൻ എന്താ കുഴപ്പം? അപ്പോൾ ഈ കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് പെണ്ണ് കാണൽ പോലെ ഞാനും അച്ഛനും എല്ലാം കൂടെ ഇവിടെ വന്നപ്പോൾ പെണ്ണിനൂടെ സംസാരിക്കാൻ പാടില്ല. ഞാൻ സംസാരിക്കാൻ പോകുമ്പോൾ നീ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഞാൻ പറഞ്ഞു സിനിമാക്കാരൻ എന്ത് കുഴപ്പമാണെന്ന് ചോദിച്ചു. അല്ലാതെ മതം കൂട്ടിയ കല്യാണം കഴിച്ചില്ല ഞാൻ തൂങ്ങിച്ചെന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ കഥയായതേ ഉള്ളൂ. അങ്ങനെ കഥയായിരുന്നു. പിന്നെ വൈഫിൻ്റെ ഒരു പിന്തുണ സിനിമയിൽ ഫുൾ ഉണ്ടായിരുന്നോ? പിന്നെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. പരാതിയില്ല. അപ്പോൾ ഈ തിരക്ക് വരുമ്പോഴൊക്കെയോ? പരാതി ഞാനിങ്ങനെ വീട്ടുകാര്യമോ അല്ല സ്വന്തം കാര്യമോ ഒന്നും എന്തെന്നും നോക്കുന്ന കൂട്ടത്തിലല്ല. എല്ലാ കാര്യവും അവളെ എന്നെ നോക്കി നടത്തിയിരുന്നു. കൊച്ചിനെ വളർത്തലും എന്നെ നോക്കലും. അമ്മ മാത്രമേ ഉള്ളൂ അവിടെ വേറെ ഭരിക്കാനാരുമില്ല. മകളെ സിനിമയിലേക്കൊന്നും കൊണ്ടുവരാൻ ആഗ്രഹിച്ചില്ല? ഇല്ല, അതിനുള്ള ഉള്ള സമയം വന്നില്ല. അത് നമുക്ക് ആഗ്രഹം വരണമെങ്കിൽ അവൾക്കൊരു താല്പര്യമുണ്ട്. അവർ ഒരിക്കലും താല്പര്യം ഇങ്ങനെ കാണിച്ചു. ജോലിക്കൊന്നും പോയില്ലേ മോള്? ജോലിക്ക് പഠിച്ചത് തന്നെയുള്ള ജോലി, ആ ജോലിക്കേ പോയുള്ളൂ. MA പഠിച്ച് MA പാസ്സായി ഫസ്റ്റ് ക്ലാസ്സിൽ. അത് കഴിഞ്ഞ് ഡിഗ്രി റിസർച്ച് ചെയ്തു, PhD എടുത്തു. ഓ ശരി. ഡോക്ടറായി. ജോലിക്ക് ആരെയും ജോലിക്ക് പോകാൻ അവളോട് പറഞ്ഞില്ല. ജോലിക്ക് പോകണമെന്ന് അവൾ താല്പര്യം കാണിച്ചില്ല. വൈഫിൻ്റെ മരണത്തിന് ശേഷമുള്ള ജീവിതം അതിനെ എങ്ങനെ അതിജീവിച്ച്? ജീവിതം അങ്ങ് പോകണം, അത്രേ പറയാനുള്ളൂ. ഞാനും വൈഫും ഇവിടെ താമസിക്കായിരുന്നു, അവരവിടെയും. എവിടെ അങ്ങ് പോയി. പിന്നെ ഞങ്ങൾ ചേഞ്ചസ് ഒന്നും വരുത്തില്ല. സംഗതി അങ്ങ് മുമ്പോട്ട് പോകുന്നു. ആകെ ഒരു ചേഞ്ച് ഉണ്ടായത്, ഇവിടെ ഒരു അടുക്കള ഉണ്ടായിരുന്നു, അവളുടെ അധ്യക്ഷതയിൽ 2-3 ജോലിക്കാരും ഒരു കഴിക്കും. അത് ക്ലോസ് ഡൗൺ ചെയ്തു. മോള് ഭക്ഷണം ഇവിടെ കൊടുത്തേക്ക് ഞാൻ കഴിക്കും. ഇനിയിപ്പം ഇപ്പോഴും ഈ നല്ല പറ്റിയ റോളുണ്ട്, ഇനിയാണെങ്കിൽ അഭിനയിക്കണം. ഇല്ല, നല്ല പറ്റിയ റോളുണ്ടെങ്കിൽ ഒരു 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 എണ്ണമത്തെ ചെയ്യാന്നുണ്ട്. ഒരു നമ്മുടെ ആരോഗ്യത്തിന്, ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിക്കും ഞാൻ എങ്ങനെയാണോ അങ്ങനെയുള്ളൊരു ക്യാരക്ടർ. ഓക്കെ. ഈ കഥ ഇയാളുടെ കഥാപാത്രം എന്താണെന്ന് വെച്ചാൽ കൃഷ്ണൻകുട്ടിയുടെ തന്താന്ന് പറഞ്ഞാൽ പറ്റില്ല. കഥ ഇയാളെ ആയിരിക്കണം. മനസ്സിലായി. ഈ മസ്റ്റ് ബി ദി മെയിൻ റോൾ. മനസ്സിലായി. മെയിൻ റോൾ ഇയാളുടെ കഥ. അതിനൊരു സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് ഞാൻ വായിച്ചു നോക്കി, എനിക്ക് ഇഷ്ടമായാൽ
ഒരെണ്ണം അഭിനയിക്കാൻ നോക്കാം എന്നാണ് എല്ലാവരുടെയും പറഞ്ഞു വിടുന്നത്. അങ്ങനെയാണ് ഓരോരുത്തരെയും ഒഴിവാക്കുന്നത്. ആളുകൾ വരുമ്പോൾ വയ്യ. അതാണ് അതെ. ഈ സീരിയലൊക്കെ അഭിനയിക്കാൻ താല്പര്യം കാണിച്ചത്. സാധാരണ സിനിമ ഇതിൻ്റെ എല്ലാം അങ്ങനെ അതും കാരണം ഈ അഭിനയം തന്നെയാണ് കാരണം. കുറേ കഴിഞ്ഞ് ഈ അച്ഛന്മാരും അമ്മാവന്മാരും എല്ലാം സിനിമയിൽ നിന്ന് മൈനസായി തുടങ്ങി. ഓക്കെ. അച്ഛന്മാരുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ അവസാനം കുറേ പടങ്ങളിലുണ്ടായിരുന്ന റോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പ്രതാപശാലിയായ അല്ലെങ്കിൽ നല്ലവനായ അല്ലെങ്കിൽ കാശുകാരനായ മക്കളെല്ലാം ഉള്ള ഒരു തന്ത. ആ തന്ത ഇങ്ങനെ കാര്യമായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ വില്ലന്മാരിൽ ആരെങ്കിലും എല്ലാം കൂടെ കൂടി ഇയാളെ അടിച്ച് കൊല്ലുകയോ വില്ലൻ ചെയ്യുന്നു. അപ്പോൾ പിന്നെ അതിന് പ്രതികാരം ചെയ്യാനായിട്ട് മക്കൾ അവരെല്ലാം അടിക്കുന്നു. അതാണ് കഥ. അതെ, ഈ തന്തയുടെ റോളാണ് കുറേ കിട്ടിക്കൊണ്ടിരുന്നത്. മനസ്സിലായി. അപ്പോൾ ആ തന്ത വേണ്ടെന്ന് വെച്ചു, മടുത്തു, ബോറടിച്ചു, മടുത്തു. പിന്നെ തന്തയ്ക്ക് വലിയ തന്ത എന്നുള്ള പേരേ ഉള്ളൂ, കൊല്ലപ്പെടാൻ വേണ്ടി ഒരു തന്ത, അഭിനയിക്കാനൊന്നുമില്ല, ഇല്ല. ഒന്നുമില്ല. അപ്പോൾ ഈ തന്തയുടെ പേക്ക് ഇങ്ങനെ കുറഞ്ഞു വന്നു. പക്ഷേ അന്ന് ഞാൻ അഭിനയിക്കാൻ പോകുന്ന കാലത്ത് ഈ സീരിയൽസിൽ എൽഡർലി ക്യാരക്ടേഴ്സ് ആയിരുന്നു പ്രധാനം. ഓക്കെ ഓക്കെ, നല്ല റോളാണ്. നല്ല റോൾസ് ഉണ്ട്, അഭിനയിക്കാനുള്ള സാധനം കിട്ടുന്നത് സീരിയൽസിലേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് അങ്ങോട്ട് പോയത്. പിന്നെ പ്രതിഫലമൊന്നും അല്ല ജീവിതത്തിൽ അതിൻ്റെ അല്ലേ, അതിൻ്റെയൊക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് മാറി. അതെ അതെ അതെ, അതിനെക്കുറിച്ച് വലുതായിട്ട് ചിന്തിച്ചിട്ടില്ല, തൊഴിലായിട്ട് ചിന്തിച്ചിട്ടില്ല. അങ്ങയോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാ ആശംസകളും, സന്തോഷം.